മഹാഗണപതി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമത്തിന് തുടക്കമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമത്തിന് തുടക്കമായി. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രഗത്ഭരായ 12 വേദപണ്ഡിതരുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. സാമകൃഷ്ണ ദീക്ഷിതർ, കണ്ണൻ ദീക്ഷിതർ എന്നിവരാണ് മുഖ്യ കാർമ്മികർ. 700 ശ്ലോകങ്ങളുള്ള ദേവി മഹാത്മ്യം സമ്പൂർണമായി പാരായണം ചെയ്തുകൊണ്ട് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവതകൾക്ക് മുന്നിൽ നെയ്, അക്ഷതം, തിലം, നവധാന്യങ്ങൾ, സമിതുകൾ, ദർഭ, പുഷ്പങ്ങൾ, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, പ്രത്യേക ദ്രവ്യങ്ങൾ, ശർക്കര, തേൻ, പാൽ, തൈര്, ഫലമൂലാദികൾ, നാളികേരം, ഔഷധദ്രവ്യങ്ങൾ, വേരുകൾ, പട്ടുവസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഹോമകുണ്ടത്തിൽ ഹവിസായി സമർപ്പിച്ചാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. ദേവി മഹാത്മ്യ മന്ത്രങ്ങൾ പൂർണ്ണമായി 9 ആവർത്തി ഉരുവിട്ടുകൊണ്ട് ആചമനം, ശുദ്ധീകരണം, സ്ഥലശുദ്ധി, സങ്കല്പം, കലശസ്ഥാപനം, ആഹ്വാനം, ഗണപതി പൂജ, ആരതി, പ്രദക്ഷിണം, ക്ഷമാപണം എന്നിങ്ങനെ വിവിധങ്ങളായ ചടങ്ങുകളിലൂടെയാണ് ഹോമക്രിയകൾ പൂർത്തിയാകുന്നത്. കൂടാതെ വടപൂജ, കന്യകാ പൂജ, സുഹാസിനി പൂജ, ദമ്പതി പൂജ, ഗോപൂജ, കലശാഭിഷേകങ്ങൾ എന്നിവയും നടത്തപ്പെടും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ സാമ്പ്രദായിക ഭജൻ മാനസജപലഹരിയും ഉണ്ടായിരിക്കും. ചിദംബരത്ത് നിന്നുള്ള വേദപണ്ഡിതരുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് സവിശേഷമായ ചൈതന്യം നൽകിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.